നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് അടിച്ചേൽപ്പിക്കരുത് രാഷ്ട്രീയ പാർട്ടികൾ. അറിവില്ലാത്തവന് മനസ്സിലാവും ആരെ ഉദ്ദേശിച്ചത്. ലോകത്ത് ഇനിയൊരു യുദ്ധമുണ്ടായാൽ അത് എല്ലാ വർഷവും ബഡ്ജറ്റിൽ കോടികൾ മാറ്റിവെക്കും. ദളപതി വിജയ് അവിടുന്ന് ലക്ഷങ്ങൾ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നൊന്നുമില്ല. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ. അവസാനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചേട്ടൻ പെട്ടെന്ന് ഈ അണ്ണ സ്വന്തമായിട്ട് പൈസ മുടക്കിയിട്ടാണ് ഇത് പലതും ചെയ്തേക്കുന്നത്. ഇപ്പം ഇനിയിപ്പോൾ എനിക്ക് ആ രീതികളൊക്കെ മാറി. നാളെ മഴയില്ല, നാളെ വെള്ളമില്ല. ശരിക്കും ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. നമസ്കാരം, ഏവർക്കും വെള്ളി നക്ഷത്രത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും വിഷുദിനാശംസകൾ. പ്രകൃതിയെ സംരക്ഷിക്കാം, പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാം. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ 8 വർഷത്തെ കാത്തിരിപ്പിൻ്റെ ഫലമാണ് ക്യാപ് ഡൗൺ എന്ന മൂവി. 11ഓളം ജനപ്രതിനിധികൾ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇളയ ദളപതി വിജയ് അവസാന ഭാഗത്ത് ഗസ്റ്റ് റോളിലെത്തുന്നുണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇവരുടെ അണിയറ പ്രവർത്തകർക്ക് ചോദിച്ചറിയാം. നമസ്കാരം സർ, എന്തായിരുന്നു ഈ ഒരു സിനിമ ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം? നമ്മുടെ ഈ സിനിമ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരം ഒരു ചിത്രത്തിലേക്ക് ഈ ഒരു ആശയവുമായി എത്തിയത് എന്നുള്ളതാണ്. 2015 ശാസ്താംകോട്ട തടാകവുമായി ബന്ധപ്പെട്ടൊരു ഡോക്യുമെൻ്ററി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ശിവരാജിൻ്റെ നേതൃത്വത്തിലൊരു ശ്രമം നടന്നത്. അങ്ങനെ ഒരു ഡോക്യുമെൻ്ററിയുടെ ഭാഗമായി ഏതാനും കുറച്ച് ഭാഗങ്ങൾ ഈ ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ഷൂട്ട് ചെയ്തു. പിന്നീട് അത് കുറച്ച് നാളത്തേക്ക് അത് നിലച്ചുപോയി. വീണ്ടും ഈ തടാകവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ വീണ്ടും ഷൂട്ട് ചെയ്തു. അങ്ങനെ ആ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ അത് കുറേയുള്ള പ്രവർത്തനങ്ങൾ അധികം ഉള്ളതുകൊണ്ട് തന്നെ അത് ഒരു സിനിമയിലേക്ക് എത്തുന്ന ഒരു തരത്തിലേക്ക് നമുക്ക് ചിന്തിച്ചുകൂടെ എന്ന ഒരു ആശയം ഈ സിനിമയുടെ ഡയറക്ടർ ശിവരാജ് ഞാനുമായി പങ്കുവച്ചു. അങ്ങനെയാണ് നമ്മളിത് എങ്കിൽ നമുക്കൊരു സിനിമയിലേക്ക് എത്താം എന്ന് എല്ലാവരും കൂടി ഒന്ന് തീരുമാനിച്ചത്. ഇങ്ങനൊരു വിഷയത്തിലേക്ക് ഏത് സാഹചര്യത്തിലായിരുന്നു എത്തിപ്പെടുന്നത്? അതായത് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, വെള്ളമില്ലാത്ത ഒരവസ്ഥ. ലോകത്ത് ഇനിയൊരു യുദ്ധമുണ്ടായാൽ അത് വെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്ന ഒരു വെയ്പ്പ് തന്നെ നമ്മൾ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കേരളത്തിലെ ശാസ്താംകോട്ട തടാകം മാത്രമല്ല, കേരളത്തിലെ എല്ലാ ശുദ്ധജല തടാകങ്ങളും ഇതുപോലെ തന്നെ സംരക്ഷിക്കുകയും നിലനിർത്തുന്നതിനും വേണ്ടി നമ്മുടെ ഒരു വലിയ മാസ് മൂവ്മെൻറ്റ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ വരും നാളുകളിൽ നമ്മൾ ഈ ശുദ്ധജലം കിട്ടാതെ നമുക്കൊരു ദിവസം നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമുക്ക് ജോലി ചെയ്ത് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് ഒരു ദിവസത്തേക്ക് ആവശ്യത്തിന് കുടിവെള്ളം വാങ്ങുവാൻ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങും എന്നുള്ളതാണ് ഈ ചിത്രത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം. നമസ്കാരം പറയാലല്ലേ? ഓക്കെ. സത്യത്തിൽ ഈ സിനിമയുടെ സംവിധായകൻ ഞാനാണോയെന്ന് ചോദിച്ചാൽ എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഞാനല്ല. അത് ഞാൻ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തി മാത്രമാണ്. കാരണം ഞാൻ സംവിധാനം പഠിച്ചിട്ടില്ല, ആരോടെ അസോസിയേറ്റ് ചെയ്തിട്ടില്ല. അത് ഇവർക്കെല്ലാം അറിയാം. ചേട്ടന് ആദ്യമായിട്ടാണോ ഒരു മൂവി ഡയറക്റ്റ് ചെയ്യുന്നത്, അതോ വേറെ ചെയ്തിട്ടുണ്ടോ? അല്ല, മൂവി അല്ല, ഇത് ഷോർട്ട് ഫിലിമായിട്ടാണ് ഞങ്ങൾ ആദ്യം തുടങ്ങുന്നത്. 2016. വേറെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. 2016 ഈ ശാസ്താംകോട്ട തടാകം ഫുൾ വറ്റിയിട്ട് അവിടെ പമ്പിങ് നിർത്തി വെച്ചു. അപ്പോൾ ഞങ്ങളെ കൊല്ലം ടൗണിൽ ഞങ്ങൾക്ക് വേറെ സോഴ്സ് ഇല്ല, ഈ തടാകത്തിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം അതിൻ്റെ കരയ്ക്ക് താമസിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും കൂടെയാണ് ശാസ്താംകോട്ടയുടെ. അപ്പോൾ അവിടുന്ന് വെള്ളം പമ്പ് ചെയ്യാൻ നാട്ടുകാർ അനുവദിച്ചില്ല. അപ്പോൾ ഞങ്ങൾക്ക് ടൗണിൽ വെള്ളമില്ല. അപ്പോൾ ഞാൻ താമസിക്കുന്ന ഒരു വയലും കായലും കൂടെയുള്ള പ്രദേശമാണ്. അപ്പോൾ ഒരു വെള്ളമാണ്. അപ്പോൾ ഞങ്ങൾക്കിത് കുടിക്കാൻ പറ്റില്ല. ബാക്കി എല്ലാ ആവശ്യവും കുടിക്കാൻ വെള്ളമില്ല. ആ സമയത്താണ് ഞങ്ങൾ ഈ അഖിലൊരു ഷോർട്ട് ഫിലിം ഇങ്ങോട്ട് അവിടെ ആ പ്രദേശത്ത് ഈ പറയുന്ന ആദ്യത്തെ ക്യാമറാൻ വിജിൻ കണ്ടെന്ന് പറയും, പുള്ളിയായിട്ട് അവിടെ ഷോർട്ട് ഫിലിമിന് വരുന്നത്. ഇപ്പം ഞാൻ ഇവരുമായിട്ട് പരിചയപ്പെടുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഇതല്ല സബ്ജക്റ്റ്. എൻ്റെ മനസ്സിലൊരു പക്ക ഒരു ആക്ഷൻ മൂവിയായിരുന്നു. ദിലീപ് എണ്ണ വെച്ചിട്ട് ഒരു പക്ക ആക്ഷൻ മൂവി. ആ കഥ ഞാൻ ചേട്ടനോട് പറയുകയും ചെയ്തു. ഞങ്ങൾ ഭാരതപ്പുഴയോട്ട് പോകുന്ന വഴിക്ക് ഞാൻ പറയുകയും ചെയ്തു ആ കഥ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയും ആ കഥ ഇഷ്ടപ്പെടുകയും നമുക്ക് ദിലീപേണ്ണെ കണ്ട് നമുക്ക് കഥ പറയാനൊരു നമുക്ക് അവസരം വാങ്ങിച്ച് തരാമെന്നും പറഞ്ഞതാണ്. അപ്പോൾ
ചേട്ടൻ മറന്നാണ് ഇതൊക്കെ. കേട്ടിട്ടില്ല. കാര്യം 8 വർഷമായി. 2014 സംഭവം നടക്കുന്നത്. ഞങ്ങളൊരു ദിവസം കൊല്ലം ടൗണിൽ പോയി ഞങ്ങളെല്ലാവരും കൂടെ. അപ്പോൾ ഈ സമയത്ത് പൊരിഞ്ഞ വെയിൽ, അവ കാറിനകത്ത് AC ഇല്ല, പഴുത്തിരിക്കുകയല്ലാണ്, കുടിക്കാൻ വെള്ളവും ഇല്ല. അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്, മഴയില്ല അന്ന്. ആ സമയത്ത് 2016 മഴയില്ല. പെട്ടെന്ന് നാളെ മഴയില്ല, നാളെ വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം നമുക്ക് ഭക്ഷണം ഒക്കെ ഇല്ല, നമുക്ക് കപ്പ പുഴുങ്ങിയെങ്കിലും കഴിക്കാൻ നോക്കാം. എനിക്ക് കപ്പ പുഴുങ്ങണമെങ്കിൽ വെള്ളം വേണം, പോട്ടെ കപ്പ ചുട്ടെങ്കിലും തിന്നാൻ നോക്കാം. പക്ഷെ വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വെള്ളത്തിന് വെള്ളം തന്നെ വേണം. വെള്ളത്തിന് വെള്ളം തന്നെ വേണം. അവിടെ നിന്നാണ് ഞങ്ങൾ 15 മിനിറ്റ് ഒരു ഷോർട്ട് ഫിലിമായിട്ട് ത്രെഡ് വരുന്നത്. അതിനകത്തൊരു കഥാപാത്രത്തിന് ചേട്ടൻ കൈകാര്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ചേട്ടൻ ഞങ്ങൾ ഭാരതപ്പുഴ കൊണ്ടുപോകുന്നത്. അതിനുശേഷം 2021 തോന്നുന്നു, ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് തോന്നി ഇത് ഒരു സിനിമയിലേക്ക് മാറ്റാനുള്ള സബ്ജക്റ്റ് ഉണ്ട്. കാരണം ഞാൻ അപ്പോഴത്തേക്ക് ശാസ്താംകോട്ടയെല്ലാം ഈ ഇതിനെല്ലാം കുറിച്ച് പഠിച്ച്. അപ്പോൾ ഈ തടാകത്തിൻ്റെ പേരിൽ എല്ലാ വർഷവും ബഡ്ജറ്റിൽ കോടികൾ മാറ്റിവെക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും കാണത്തില്ല. എല്ലാ വർഷവും ബഡ്ജറ്റ് വെക്കും, ഏത് മന്ത്രിസഭ വന്നാലും വെക്കും. സത്യം പറഞ്ഞാൽ പ്രായോഗികമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധികളില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഈ പടത്തിലേക്ക് രാഷ്ട്രീയം കടന്നു വരുന്നത്. സത്യം പറഞ്ഞാൽ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ഇല്ല. ഈ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ഇല്ലാതെയാണ് ഷൂട്ട് ചെയ്തത്. അവസാനം വരെ അതിൻ്റെ ഒരു കഥാപാത്രത്തിന് പേരില്ല. ഇല്ലില്ല, അങ്ങും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. MLA-മാരെ പേര് അറിയാലോ, അതല്ലാതെ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. ഡയലോഗ്സ് ഇല്ല, ഓൺ സ്പോട്ട് ഡയലോഗ്സ്. നമ്മൾ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ലൈവായിട്ട് ഷൂട്ട് ചെയ്യാം. നമ്മൾ എന്താണ് ഒറിജിനലി നമ്മൾ എന്താണ് ഇപ്പോൾ ഒരു ഐഡിയ കാണും നമ്മുടെ മനസ്സിൽ. ഇന്നിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇതാണെന്ന് രാവിലെ വരുമ്പം ശുരാണം പറയും നമ്മുടെ അടുത്ത്, ഇതാണെന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളാണ് ഡയലോഗൊന്നുമില്ല, അത് നമുക്കൊരു മനോധർമ്മം പോലെ അങ്ങ് പറയാം എന്നുള്ളൊരു രീതിയിലാണ്. അപ്പം നമ്മളത് പറയുന്നു, എല്ലാവരും ഇരിക്കുന്നു, നമ്മൾ അപ്പോൾ അവിടെ വെച്ച് ഫിക്സ് ചെയ്യുന്നു, എന്താണ് പറയേണ്ടതെന്ന് തീരുമാനിക്കുന്നു, അത് പറയുന്നു. 20,000 രൂപ ബഡ്ജറ്റിൽ ഫിക്സ് ചെയ്യുന്നു, സാധനം ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നു. ഞാനും വേറൊരു അമ്മയും മാത്രമാണ് ഒറിജിനൽ കഥാപാത്രങ്ങൾ ഇതിനകത്തിൽ. പിന്നീട് നെൽസൺ ചേട്ടൻ അതിനകത്തിലേക്ക്. നെൽസൺ ചേട്ടൻ്റെ ക്യാരക്ടർ ഭയങ്കര ഡെപ്തിലുള്ളൊരു ക്യാരക്ടറാണ്. ചുമ്മാ ഇപ്പം ഇങ്ങനെ തമാശയായിട്ട് പറയുന്നെങ്കിലും ഭയങ്കര ഡെപ്തിലുള്ളൊരു ക്യാരക്ടറാണ് അത്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഇമോഷണലി നമ്മൾ ഡൗൺ ആയിപ്പോവും. അത്ര ഡെപ്തിലുള്ളൊരു ക്യാരക്ടറാണ്. ഇന്ന് വരെ ഇപ്പം നമ്മൾ ആക്ഷൻ ഹീറോ ബിജുവിനകത്തിൽ നമ്മൾ സുരാജ് ചേട്ടനെ ആദ്യമായിട്ട് ഇമോഷണലി കണ്ടെന്നൊക്കെ പറയുന്ന പോലെ അമ്മാതിരത്തെ ഒരു ഇമോഷണൽ കഥാപാത്രമാണ് നെൽസനെ കൈകാര്യം ചെയ്തേക്കുന്നത്. അങ്ങനെ ഷോർട്ട് ഫിലിമായിട്ട് ഷൂട്ട് ചെയ്ത് അവസാനിപ്പിച്ചൊരു പടം, ഒരു ഷോർട്ട് ഫിലിം എന്തൊക്കെ ചെയ്യാൻ പറ്റും? ബഡ്ജറ്റില്ല, പൈസ ഇല്ല, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആരുടെയും ഒന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഈ അണ്ണ സ്വന്തമായിട്ട് പൈസ മുടക്കിയിട്ടാണ് ഇത് പലതും ചെയ്തേക്കുന്നത്. അതെങ്ങനെയായിരുന്നു വിജയ് ഫാൻസിനെ നമ്മളൊരു പ്രത്യേക പടത്തിൽ ഇവർ തമ്മിൽ പറയുന്നുണ്ട്. കാരണം എങ്ങനെ നമ്മൾ ചെന്ന് നോക്കിയാലും എവിടെ ആയാലും രാഷ്ട്രീയം ഉണ്ടാവും. എന്തിൽ നമ്മൾ നോക്കിയാലും രാഷ്ട്രീയം ഉണ്ടാവും. അപ്പോൾ രാഷ്ട്രീയം ഇല്ലാത്ത ഏതെങ്കിലും ഒരു സംഘടന, കുറച്ച് ചെറുപ്പക്കാരെ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം വേറൊന്നുമല്ല, ഈ പറയുന്ന കായൽ കൂട്ടായ്മയായിട്ട് ഞങ്ങളും കൂടെ സഹകരിച്ചുകൊണ്ട് അവരോട് സഹകരിക്കാമെന്നുള്ളത്. അങ്ങനെയാണ് ഈ പറയുന്ന വിജയ് ഫാൻസിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ നോക്കാത്ത എല്ലാം ആത്മാർത്ഥമുള്ള ചെറുപ്പക്കാരാണ്. വെറുതെ അവർ ഒരു ഷോ കാണിക്കുന്നതല്ല. അവരുടെ ചാരിറ്റി ആയാലും അവരെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ പറയുന്ന ദളപതി വിജയ് അവിടുന്ന് ലക്ഷങ്ങൾ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നൊന്നുമില്ല. ഞങ്ങളും വിചാരിച്ചത് അങ്ങനെയാണ്. സത്യം, ഈ സൂപ്പർ താരങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നതാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അല്ല, അവരെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെ കണ്ടെത്തിയിട്ടാണ് അവരവരെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അവരെ ഇതിനകത്ത് കൊണ്ട് ഞങ്ങൾ ഇൻവോൾവ് ആകുന്നത്. ഈ പറയുന്ന ചെറുപ്പക്കാർക്കിടയിൽ പൊളിറ്റിക്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് ഒരു വിധേയത്വമുള്ള ആൾക്കാരല്ല വിജയ് ഫാൻസ്. ഇപ്പോൾ അദ്ദേഹം ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി കാണും, പക്ഷെ ഈ കഥ ഷൂട്ട് ചെയ്യുന്ന കാലത്ത് അങ്ങനെ ഇല്ല. അവർക്ക് ജസ്റ്റ് ചാരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പം ഇതിനകത്തിൽ അവർക്ക് ഇൻവോൾവ് ആവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ കറക്റ്റ് കാര്യം. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഇൻവോൾവ് ആയി. ചെറുപ്പക്കാർ ഒരു പ്രതിഷേധം എന്നുള്ള നിലയിലാണ് നമ്മൾ ചെയ്തത്. നമുക്ക് അതിലോട്ട് ഡീപ്പായിട്ട് എത്തുന്നതിന് മുമ്പ് നെൽസൺ ചേട്ടൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഞാൻ ഒരു ഷോർട്ട് ഫിലിമിന് വിളിച്ച എന്നെ വീട്ടിൽ വന്ന്. അന്ന് മോൾ എൻ്റെ കയ്യിലിരിക്കും, അല്ല വൈഫിൻ്റെ കയ്യിലിരിക്കും, കുഞ്ഞാ മോള് ഇളയത്. അണ്ണാ ഇങ്ങനെ ഇതൊരു ഷോർട്ട് ഫിലിമുണ്ട്, അതിനകത്ത് ഇങ്ങനെ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള വേഷം. എനിക്കതിന് അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കോമഡിയല്ലേ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ക്യാരക്ടർ വേഷം ചെയ്യാനായിട്ടെങ്കിലും നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പോഴെങ്കിലും വന്നു. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് വൃത്തിയായിട്ട് ഒരുമാതിരി നല്ല ക്യാരക്ടറായിരുന്നു. അത് നല്ല ചെയ്തു, കുഴപ്പമില്ല. വെള്ളം എന്നാണ് അന്നിട്ടുന്നതിൻ്റെ പേര്. വെള്ളം കിട്ടാതെ നമ്മളെല്ലാം ബുദ്ധിമുട്ടുന്നൊരവസ്ഥ വന്നാൽ അങ്ങനെയായിരുന്നു
തീമും അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ. അങ്ങനെയുള്ള സംഭവമായിട്ട് അങ്ങ് മുന്നോട്ട് പോയി. വെള്ളത്തിനായിട്ട് നമ്മുടെ തൊട്ടടുത്ത പുഴയിലോട്ട് ഇറങ്ങുന്നതായിട്ട്, അത് ഭാരതപ്പുഴയാണ് കാണിക്കുന്നത്. അത് ഉണങ്ങി കിടക്കുവാണല്ലോ വെള്ളമില്ലാതെ. നമ്മളവിടെ ആ വെള്ളം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് വിഷമിക്കുന്നത്, അങ്ങനെ ഒരു സീനാണ്, കരയുന്നൊക്കെ സീനൊക്കെയാണ്. അതെല്ലാം കഴിഞ്ഞ് ആ ചേട്ടാ എല്ലാം കഴിഞ്ഞു, ഓക്കെ ആ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പിരിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്നെയൊക്കെ വിളിച്ച് പറഞ്ഞാൽ അണാ അത് നമ്മളൊരു സിനിമയാക്കാൻ പോവാണേ, നമ്മളിപ്പോൾ അതുമായിട്ട് അങ്ങനെയൊക്കെയുള്ള നീങ്ങുന്നത്. ഞാൻ പറഞ്ഞ ഏത് അന്ന് നമ്മളില്ലേ ചെയ്തില്ലേ. എത്ര വർഷത്തിന് ശേഷം? 4 വർഷം. 2017 ആണിത് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ശരിടാ, അത് ഒന്നുകൂടെ ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ അതിപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ആ രീതികളൊക്കെ മാറി, ഇനി വരണമെങ്കിൽ വേറെ വിഷയങ്ങളാണ്. അണ്ണാ ചുമ്മാ പറയണേ, ചുമ്മാ ഇരിക്കണേ, അത് ചുമ്മാ ഇരിക്കണേ അണ്ണാ വാ അണ്ണാ എന്ന് പറഞ്ഞു. പിന്നെ പോയി ചെറിയ കുറച്ച് സംഭവങ്ങൾ ചെയ്ത് അതിൻ്റെ ബാലൻസായിട്ടൊക്കെ ചെറുതായിട്ട് അത് കഴിഞ്ഞിട്ട്. പക്ഷെ അതൊക്കെ നല്ല സംഭവമായിരുന്നു കേട്ടോ. അന്ന് ഈ രാഷ്ട്രീയമൊന്നും ഇല്ല അതിനകത്തുനിന്ന് ആ സമയത്ത് ഉണ്ടോ? ഇല്ല, വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം അത് ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടുന്ന കൈ കഴുകാനും ബാക്കി ഒന്നും കഴുകാൻ വെള്ളമില്ലാതെയുള്ള സിറ്റുവേഷൻ അങ്ങനെ റിയലായിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് ഇപ്പോഴാണ് ഇതൊക്കെ, അതൊന്നും നമ്മൾ ഇറങ്ങിയതിന് ശേഷം, നമ്മൾ ചെയ്ത് മാറിയതിന് ശേഷമാണ് അവരുടെ ഓരോ തിങ്കുകൾ ഇവിടേക്ക് എത്തിച്ചതാണ്. പിന്നെ ഇപ്പോൾ എന്നെ വിളിച്ചപ്പോൾ മോള് +2 മോള് ഇല്ലേ, ഇപ്പോൾ വിളിക്കും അല്ലേന്ന് പറഞ്ഞാൽ എനിക്കറിയാം പ്രശ്നമൊന്ന്, അന്ന് വിളിച്ചതില്ലേ എന്ന് ഞാൻ ചോദിച്ചതാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സിനിമയിലേക്ക് വരാൻ. പക്ഷേ നല്ല വൃത്തിയായിട്ടൊക്കെ അന്ന് ചെയ്ത് ആ ഭാഗങ്ങളെല്ലാം എനിക്കറിയാം, അവിടെ ഭാഗങ്ങളെല്ലാം ക്ലിയറാണ്. ഈ ബാക്കി ഉള്ളത് ഞാൻ അതിനകത്തില്ല, എങ്കിലും വളരെ നന്നായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് ഇവരുടെ ഉറപ്പ്. ആ ഉറപ്പ് ഞാനും വിശ്വസിക്കുന്നു. ചേട്ടന് കോമഡി ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇത്രയും ഒരു ചലഞ്ചിങ് ആയിരുന്നു, ഒരു ഇമോഷണൽ അല്ല. നമുക്ക് ഈ കോമഡി ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യാൻ നല്ല സുരാജ് തന്നെ കണ്ടില്ല, അതൊരു സലീം കുമാർ ചേട്ടന്, ജഗതി ചേട്ടന്, ഇന്നസെൻ്റ് ചേട്ടന്, അങ്ങനെ കോമഡി ചെയ്യുന്നവർക്കെല്ലാം പെട്ടെന്ന് തമിഴിൽ വടിവേലു സാറ്, അങ്ങനെ അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കരയിപ്പിക്കുന്നതിനേക്കാൾ പാട് ചിരിപ്പിക്കാനാണല്ലോ. അപ്പം ചിലർ വാശി പിടിച്ചിരിക്കുകയും ചിരിക്കാതെ ഇരിക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര, നമ്മളങ്ങനെ ആരും വിളിക്കാറില്ല സീരിയസ് വേഷം ചെയ്യാൻ, എല്ലാം തമാശയാണ്. പിന്നെ കള്ളുകൂടിയനൊക്കെ ചെയ്യുന്നുണ്ട്, കള്ളുകൂടിയും വേഷം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇദ്ദേഹം വന്നിട്ട് എനിക്ക് അങ്ങനെ നല്ലൊരു വേഷം. അപ്പോൾ ഈ മൂവി പുറത്തിറങ്ങുന്ന സമയത്ത് നെൽസൺ ചേട്ടൻ്റെ മറ്റൊരു മുഖമായിരിക്കും എല്ലാവരും, ആ സിനിമയിൽ നല്ലൊരു മുഖമായിരിക്കും. അല്ല, സീരിയസ് ആയിട്ട് പറയുന്നു, സീരിയസ്ലി നല്ല വേഷമാണ് എനിക്ക് കിട്ടി, നല്ല സീരിയസ് ആയിട്ട് കലഞ്ഞ് അല്ലേ മകൻ മരിക്കുമ്പോഴുള്ള അത് കണ്ട കരയും. നമ്മൾ പറയാൻ പറ്റായിട്ട് എന്നോട് പറഞ്ഞുണ്ട്, ഞാൻ ഈ കരയുന്ന സീനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, ഞാൻ ആ കരയുന്ന സ്പാനിഷ് മസാലയ്ക്കകത്ത് ചെറിയൊരു സാധനമാണ്, അതും കോമഡിയായിരുന്നു, അല്ല ഞാൻ കരഞ്ഞിട്ടൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. അപ്പോൾ ചേട്ടൻ വന്നിട്ട് മേക്കപ്പ്, ഞാൻ പറഞ്ഞ ചേട്ടാ ഈ സിനിമയ്ക്ക് മേക്കപ്പ് ഇല്ല, ലൈറ്റ് ഇല്ല, നാച്ചുറൽ ആയിട്ടുള്ള സംഭവം മാത്രമേ ഉള്ളൂ, ആർക്കും ഒരു ക്യാരക്ടർ. എന്നെ പറഞ്ഞ അണ്ണാ 2 ഷർട്ടും 2 കയ്യിലും എടുത്തേക്കണം സിനിമയിൽ, കോസ്റ്റ്യൂമറില്ല. അത് മാത്രമല്ല ചെരുപ്പ്, ഒരു സിൽപ്പർ ചെരുപ്പ് എടുക്കണമെന്ന് പറഞ്ഞു. കാര്യം ചേട്ടൻ കൂടിയ ചെരുപ്പ്, ഞാൻ പറഞ്ഞ ചേട്ടാ ഒരു സിൽപ്പർ ചെരുപ്പ് എടുത്തേക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അത് തന്നെ ശേഷം ഭാരതപ്പുഴയെ കൊണ്ടുപോകും. 1 മാസം കഴിഞ്ഞാൽ തന്നെ ഭാരതപ്പുഴ ഞങ്ങൾ ഷൂട്ടിന് പോകുന്നത്. ശരിക്കും 2 കാലഘട്ടങ്ങളൊക്കെയാണ് ഇപ്പം കാണുമ്പോഴത്തേക്ക്. ഈ പറഞ്ഞ കണക്ക് ഈ വെള്ളം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം സ്റ്റാർട്ട് ചെയ്തത് 2 കാലഘട്ടമാണ്. അത് വെള്ളം ഇല്ലാതെ വരുന്നൊരു കാലഘട്ടത്തിൽ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളൊരു ഫാൻറ്റസി കണക്കാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ അവിടെ ഒരു ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിൽ ചെറിയൊരു ഫാൻറ്റസി കണക്ക് തുടങ്ങിയെങ്കിലും പിന്നീട് ഇത് ഇത്തിരി വൈഡായി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് ലൈവ് ഷൂട്ടിംഗ് ആണ്. ചിലപ്പോൾ ഒരു ഇൻസിഡൻറ്റ്, പെട്ടെന്നൊരു ഇൻസിഡൻറ്റ് കാണുന്നു, അപ്പോൾ അത് എന്തുകൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്തുകൂടാ എന്നുള്ള ചിന്തയാണ്. ഞാൻ ആക്ച്വലി എൻ്റെ സുഹൃത്താണ് ശിവരാജ്, പുള്ളിയെ ഇതിനകത്തൊന്ന് അസോസിയേറ്റ് ചെയ്യാനായിട്ടാണ് വന്നത്. പിന്നെ അതിനകത്ത് ചെറിയൊരു റോളും കൂടെ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ശരിക്കും നടൻ വിജയ് ആദ്യമായി നിങ്ങളുടെ ചിത്രത്തിലാണ് അഭിനയിച്ചതെന്നുള്ളത് അല്ലേ അഭിമാനപൂർവ്വം പറയാം അല്ലേ? ആദ്യത്തെ മലയാള ചിത്രമാണ് നടൻ വിജയുടെ. സംഭവം ലൈവ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ലോഞ്ച് ആണെങ്കിലും പടത്തിലേക്ക് വേണ്ടിയിട്ടാണത്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല, പക്ഷെ ആനന്ദ് സാറിനെ കണ്ടായിരുന്നു. ആനന്ദ് സാറിനെ ചെന്നൈയിൽ എന്നെ വിളിപ്പിച്ചു. കാരണം അതിനകത്ത് ഫസ്റ്റ് സോങ് ഞങ്ങൾ ആദ്യമേ റിലീസ് ചെയ്തിരുന്നു മനോരമ മ്യൂസിക്കിൽ. ആ സോങ് ഒരു വിജയുടെ സോങ് ആണത്. അത് പാടിയിരിക്കുന്ന രവീന്ദ്ര മാഷിന്റെ മകൻ നവീൻ മാധവാണ്. മ്യൂസിക് ദിലീപ് ബാബു എന്ന് പറഞ്ഞാൽ കൊല്ലത്തുള്ള പുതുമുഖമാണ്. ഈ സോങ് അവർ കാണുകയും അതെന്നെ വിളിപ്പിച്ച് ഒരു പൊന്നാടയൊക്കെ അണിയുകയൊക്കെ ചെയ്തായിരുന്നു. ഒരുപക്ഷെ വിജയുടെ അടുത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം, വിജയ്ക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കാം, നമുക്കറിയത്തില്ല. അത് അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ
അല്ലെങ്കിൽ അദ്ദേഹം പെർമിഷൻ കൊടുക്കില്ലല്ലോ. ഓക്കെ ഫൈൻ, നിങ്ങളത് ഷൂട്ട് ചെയ്തോളൂ, എടുക്കാൻ പറ്റില്ല. ക്യാമറാമാൻ ആണല്ലോ മൊത്തത്തിൽ എല്ലാം ഒപ്പിയെടുക്കുന്ന ആള്. എന്തായിരുന്നു ശരിക്കും ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തത്? ഒരു നല്ലൊരു മൊമെന്റ് ഏതായിരുന്നു? ടീച്ചറിനകത്ത് ഫസ്റ്റ് കാണിക്കുന്നത് തന്നെ ക്യാമറാമാന്മാരെയാണ്. ഒന്ന് ഡ്രോൺ ഓപ്പറേറ്ററാണ്, പിന്നെ ഞാനാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരാണ് ഫസ്റ്റ് കാണിച്ചു തുടങ്ങുന്നത് തന്നെ. അപ്പം അതിന് നമ്മൾ സെപ്പറേറ്റ് വേറെ ക്യാമറാമാനെ വെച്ചു. പിന്നെ ഇതിനകത്തുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് എപ്പോഴും മെയിൻ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാമറ, അതാണ് മെയിനായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ബ്രോ അതിപ്പം ഏത് ക്യാമിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം? അത് നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് ഭാഗമാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് അലങ്കാറിൻ്റെ കയ്യിലുള്ള ക്യാമറ വെച്ചിട്ട് ക്യാമറ DSLR മതി, ഷോർട്ട് ഫിലിമാണല്ലോ. ഓക്കെ, അങ്ങനെ DSLR അത് ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. പലപ്പോഴും നമ്മൾ എൻ്റെ അടുത്ത് വിളിച്ച് പറയും, നമുക്ക് നാളെ ഷൂട്ടുണ്ട് അല്ലെങ്കിൽ മറ്റന്നാൾ ഷൂട്ടുണ്ട്, നമുക്ക് അവിടെ ചെല്ലണം, ഇന്നടുത്താണ് ലൊക്കേഷൻ. അപ്പം ഞാൻ ചോദിക്കും, ഓക്കെ ഈശ്വര നമ്മൾ എന്താണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്? അത് ഇന്ന കാര്യമാണ്. ഞാൻ പറയാം, അത് എന്താ ചോദിച്ചതെന്ന് ചോദിക്കും. ഞാൻ പറയാം, അല്ല അത് അവിടെ ഏത് ലെൻസ് യൂസ് ചെയ്യണം, നിൻ്റെ കയ്യിലുള്ള ലെൻസൊക്കെ എടുക്ക്, ക്യാമറ എടുക്കുക, പോവാം. ആശ്രാം മൈതാനത്ത് നൈറ്റിൽ സെക്രട്ടേറിയറ്റ് സമരം പ്ലാൻ ചെയ്യുന്നൊരു സീനുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം വന്ന് നിൽക്കുക, ഞാൻ ഡയലോഗ് എഴുതിയിട്ടില്ല. അപ്പോൾ എന്നെ ആരോ വന്ന് ബൈക്കിലാണ് കൊണ്ടുപോകുന്നത് ആശ്രാമത്തോട്ട്. ഞാൻ ബൈക്കിൻ്റെ ബാക്കിലിരുന്നാണ് ഡയലോഗ് ടൈപ്പ് ചെയ്തത്, എന്നിട്ട് വാട്സപ്പിൽ ഇട്ട് കൊടുത്തത്. അവർക്ക് ഇപ്പോഴും അറിയത്തില്ല. നെൽസൺ ചേട്ടനെ ഈ പറഞ്ഞ കണക്ക് കാണാൻ പോയത് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ്. എവിടെ പോകുന്നതിൻ്റെ നെൽസൺ ചേട്ടനെ കണ്ടിട്ട് ഇതിൻ്റെ കാര്യം പറയാൻ പോകുന്നു. ഞങ്ങൾ കളിയാക്കിയിട്ടുണ്ട് ഒരുപാട്. ഇത് എപ്പോൾ ഇറങ്ങും മറ്റേ മേരിക്കൊണ്ടൊരു കുഞ്ഞാട് സിനിമയിൽ പറയത്തില്ലേ, ഉണ്ണേശു വളർന്ന യേശുവായി, ഇനിയെങ്കിലും ഇറക്കാൻ പറ്റുമെന്ന് ചോദിക്കില്ലേ, ആ രീതിയായിരുന്നു നമുക്ക്. ശരിക്കും ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. സ്ക്രിപ്റ്റ് ഇല്ല, പിന്നെ ക്യാമറയും പറയുന്നത് പോലെ, പിന്നെ ഡയറക്റ്റ് ചെയ്ത് വലിയ പരിചയമില്ല. സിനിമ കുറച്ച് വർഷങ്ങളെടുത്ത് തന്നെയാണ് ഇതിങ്ങനെ ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഇത്രയും കാലയളവിൽ പോകുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരിക്കത്തില്ലേ? ഇപ്പോൾ ഫാമിലിയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നായിരിക്കും. ഇതെല്ലാം കൂടിയിട്ട് എങ്ങനെ ഇപ്പോൾ കൂടെ ഇവർ തന്നെ ഇങ്ങനെ ഇറങ്ങുന്നില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അതൊക്കെ എങ്ങനെ ചേട്ടൻ? ഒരു പക്ഷേ ഇവർ തന്നെ പറഞ്ഞാണ്, അങ്ങർക്ക് വട്ടായിരിക്കും, വേറെ പണിയില്ല, നമ്മളെ വിളിച്ചിരുത്തി നമ്മളെ സമയം കളഞ്ഞു. ഇപ്പം നെൽസൺ ചേട്ടൻ തന്നെ പറഞ്ഞു, ഇവൻ എന്നെ വിളിക്കുന്ന 4 വർഷം കഴിഞ്ഞായിരിക്കും എന്നെ വിളിക്കുന്നത്, പിന്നെ വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് വിളിക്കുന്നത്. ശരിയായിരിക്കാം. ഇനി ഉള്ളത് നമുക്ക് തുറന്ന് പറയാം. കാരണം ഇന്ന് ഞാൻ കാണുന്നത് എങ്ങനെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെ കാണുന്നത്. സത്യം പറയാൻ നമ്മൾ പോയി വോട്ട് ചെയ്യുന്നു, ആ വിരലിൽ നമ്മളെ മക്ഷി പതിപ്പിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് 1 മിനിറ്റ് ചിന്തിക്കുക, നമ്മൾ നാടിന് വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത്, അതായത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയല്ല. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് അടിച്ചേൽപ്പിക്കരുത് രാഷ്ട്രീയ പാർട്ടികൾ. നമുക്ക് ഇഷ്ടമില്ല ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്യേണ്ടി വരുന്നു. കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പൊക്കി കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ ഒരു സ്ഥാനാർത്ഥി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ. അത് മാറണം, അത് മാറിയേ പറ്റൂ എന്ന് പടത്തിൻ്റെ അവസാനം, നിങ്ങൾ ഈ സിനിമയിലൂടെ കാണിക്കുന്നു. പടത്തിൻ്റെ അവസാനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഭരണത്തിലിരിക്കുന്നവർക്കൊക്കെ ഒരു വെല്ലുവിളിയായി മാറാനുള്ള ഇഷ്ടപ്പെടാനുള്ള ഒരു ഘടകങ്ങളും ഇതിനകത്തില്ല. ഉറപ്പായിട്ടുണ്ട്. ഈ ട്രെയിലർ കണ്ടിട്ട് പലരും മിണ്ടിയിട്ടില്ല. പച്ചയായ സത്യങ്ങളാണ് ട്രെയിലറിനകത്തിൽ ചില ഡയലോഗുകൾ, അത് ആ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും. അതായത് നിരീശ്വരവാദിയായ രാജാവ് രാജ്യം ഭരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് എന്തൊക്കെ സംഭവിക്കും എന്നുള്ള ഡയലോഗ് വളരെ പച്ചയായിട്ട് ആ ട്രെയിലർ പറഞ്ഞിരിക്കുകയാണ്. അത് കേൾക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള ഏത് ജനങ്ങൾക്ക് മനസ്സിലാവും ആരെയാണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മൾ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളവർക്ക് മനസ്സിലാവും. അങ്ങനെയൊന്നും പറയാൻ തെറ്റാണ്. ഏത് അറിവില്ലാത്തവന് മനസ്സിലാവും ആരെയാണ് ഉദ്ദേശിച്ചത്. ചേട്ടൻ പെട്ടെന്ന് അങ്ങ് ഉള്ളിനകത്തത് ഇതായിട്ട് വന്നതായിരുന്നു. നിലവിലെ സംവിധാനം പോരാ, ഒരു മാറ്റം വേണം. ഇതാണ് പടം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ. റിലീസ് ഡേറ്റ് ഒക്കെ പെട്ടെന്ന് വരുമ്പോൾ നമ്മുടെ അടുത്തും ഷെയർ ചെയ്യുക. എല്ലാം നല്ല രീതിക്ക് നടക്കട്ടെ, മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങൾ എന്താണോ സമൂഹത്തിനോട് പറയാനായിട്ട് ആഗ്രഹിച്ചത് അതിലൂടെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, ആളുകൾക്കെല്ലാം മനസ്സിലാവട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.